ഒരു പാവപ്പെട്ട വീട്ടില് ഒരമ്മയും മോളും തന്നെ താമസിക്കുന്ന ഒരു വീട്ടിൽ അവരെ കണ്ട് അവരുടെ കുശല അന്വേഷണങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി വന്നതാണ്. ആ അമ്മാമ്മയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ലാത്തതാണ്. ഒരു ബുദ്ധിമാന്യമുള്ളൊരു മോളും ഉണ്ട്. നമുക്ക് അവരെ ഒന്ന് കണ്ട് സംസാരിക്കാം. ബാ, ഇതാണ് ഞാൻ പറഞ്ഞ ആ അമ്മയും മോളും. അവർക്ക് മറ്റാരും ആശ്രയമില്ല. നല്ല മനസ്സുള്ള നല്ല മനസ്കരുടെ ആ സഹായം കൊണ്ട് മാത്രമാണ് അവർ ജീവിക്കുന്നത്. അമ്മച്ചി തൊഴിലുറപ്പിനൊക്കെ നേരത്തെ പോകുമായിരുന്നോ? അമ്മച്ചിക്ക് വയ്യ, തീരെ വയ്യ. അത് തന്നെയല്ല, അമ്മച്ചി എവിടെ പോകണമെങ്കിലും ഈ മോളെയും കൊണ്ടുപോകണം. പുള്ളിക്ക് ഇപ്പോൾ 40 വയസ്സുണ്ട്. പക്ഷെ അധികം ആരോട് സംസാരിക്കത്തുമില്ല. ഒരു ബുദ്ധിമാന്യ കുറവുണ്ട്. അതുകൊണ്ട് ഈ അമ്മച്ചി ആ കൊച്ചിനെ ഇട്ടിട്ട് എങ്ങും പോവുകയില്ല. എവിടെ പോയാലും അതിനെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യമൊക്കെ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവര് മറ്റുള്ളവരൊക്കെ വല്ലതും സഹായിക്കും അല്ലേ? ആ, അമ്മച്ചിക്ക് ഇപ്പോൾ പ്രഷർ, ഷുഗർ, തൈറോയ്ഡ്, കഴുത്തിന് തേയ്മാനം, അങ്ങനെ പല അസുഖങ്ങളൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഇവരെ കുറിച്ച് കേട്ടത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് വന്നതാണ്. നമുക്ക് എന്തെങ്കിലും അവർക്ക് സഹായം ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ളവരെയൊക്കെ കണ്ട് നമ്മൾ സഹായിക്കണ്ടേ? നമ്മൾ മാത്രം നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം ജീവിക്കുന്നവരല്ലല്ലോ. ഒരു വീടൊക്കെ ആണെങ്കിൽ അങ്ങ് തീരെ പോയതാ. അതാരാണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്ത ഒരു വീടാണ്. ഇപ്പം നനയാതെ കിടക്കാം, അത്രയേ ഉള്ളൂ. വെള്ളത്തിന് സൗകര്യമൊക്കെ ഉണ്ടോ? ആ, കിണറൊക്കെ ഉണ്ട്. വളരെ കഷ്ടത്തിലാണ് അവരുടെ ജീവിതം. അവരെ കണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ എവിടെ പോയാ? രാവിലെ എവിടെയെങ്കിലും പോയായിരുന്നോ? ഭക്ഷണം കഴിച്ചോ? ഇല്ല, കഞ്ഞി അടുപ്പ കിടക്കുന്നതേ ഉള്ളൂ. ആ, മോളെന്നാ കഴിച്ചു? ഗോതമ്പ്. ആ, അപ്പൊ നല്ല സ്ഥിരത ഇല്ല പുള്ളിക്കാരൻ, അങ്ങ് പറയുന്നെന്നുള്ളതേ ഉള്ളൂ. നല്ല ഓർമ്മയൊന്നും ഇല്ല. ഇപ്പൊ വേറൊക്കെ എന്തോ അസുഖങ്ങളൊക്കെയാന്നാ പറയുന്നത്. എന്താ അസുഖം? പനിയാ ഇപ്പൊ. ആ, ഇപ്പൊ പനിയാന്നാ പറയുന്നത്. നെഞ്ചിനകത്ത് വേദനയൊക്കെയാണ്. ഒത്തിരി മരുന്നൊക്കെ നമുക്ക് സൗജന്യമായിട്ട് അവിടെ നിന്ന് കിട്ടുമോ? കിട്ടുന്നുണ്ട്. ആ, ഇപ്പൊ ഈ അമ്മയുടെ സങ്കടം എന്നാന്ന് വെച്ചാൽ, ഈ അമ്മയ്ക്ക് തീരെ വയ്യല്ലോ, അസുഖമായിട്ടൊക്കെ ഇരിക്കുക. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ പെങ്കൊച്ചിന്റെ കാര്യം എങ്ങനെയാവും എന്നുള്ളതാ. നല്ലവരായ നല്ല മനസ്സുള്ളവര് അവരെ എന്തെല്ലാം വിധത്തിൽ സഹായിക്കാൻ പറ്റുമോ അതുപോലെ എല്ലാം സഹായിക്കണം. ഇവരെ എന്തെങ്കിലും ചാരിറ്റി ട്രസ്റ്റുകാർ ഏറ്റെടുക്കുവോ, അവരെ എവിടെയെങ്കിലും വല്ല അന്തേവാസികൾ താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടേ ആക്കുവോ, അല്ലെ അവരെ നിങ്ങളെ കഴിയുന്ന എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുവോ ഒക്കെ ചെയ്യുക. ഏത് വിധത്തിൽ വേണേലും ചെയ്യാം. അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഞങ്ങൾ വാങ്ങിക്കുന്നില്ല. ഞങ്ങൾ അവരുടെ ഫോൺ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം. നല്ല മനസ്സുള്ളവർ വിളിച്ച് അവരെ എന്തെങ്കിലും സഹായിക്കുക. ഇവരുടെ വീട് പത്തനംതിട്ട ജില്ലയിലെ പെരുമ്പട്ടി വില്ലേജിലാണ്. മുളത്തിൻചാലിനടുത്തുള്ള സ്റ്റോപ്പാണ് ഇവരുടെ വീട്, കൊറ്റനാട് പഞ്ചായത്തില്. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ സഹായം ഇപ്പൊ ഇവർക്ക് ചെയ്യുക. എന്നെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ. എന്താ അമ്മച്ചി? ഇനി ഞാൻ വരാം കേട്ടോ. ദൈവം അനുഗ്രഹിച്ചാൽ നമുക്ക് ഇനിയും കാണാം. ദൈവം നല്ലത് വരുത്തട്ടെ. ആ, അത് സാരമില്ല. ആൾക്ക് അങ്ങനെയാ, സാരമില്ല, പോട്ടെ, എല്ലാം മാറും. അപ്പോൾ ഇവരുടെ ഈ അവസ്ഥ കാണുന്ന നല്ല മനസ്സുള്ളവര് മാത്രം സഹകരിക്കുക, വിളിക്കുക, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക, അവരെ പുനരധിവസിപ്പിക്കാനുള്ള എന്തെങ്കിലും മാർഗം ചെയ്തു കൊടുക്കുക. ഓക്കെ, താങ്ക്സ്. ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.